നമസ്കാരം, ചിലഞ്ചലാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ നോക്കുന്നത് 10th പ്രിലിംസ് PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന്റെ പാർട്ട് 1 നമ്മൾ നോക്കിയിരുന്നു, ഇപ്പൊ പാർട്ട് 2 ആണ് നോക്കുന്നത്. അപ്പോൾ 10th പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാള് തീർച്ചയായിട്ടും നോക്കിയിരിക്കേണ്ടതാണ് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നു, ഒരു 10-60 ക്വസ്റ്റ്യൻ നോക്കി, കുറച്ച് ബാക്കി ഇവിടെ നോക്കാം. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന 10th പ്രിലിംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും PSC നൽകിയ ആൻസറും ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലെന്നാണ്. അപ്പം ആൻസർ നിങ്ങൾക്ക് പറയാം. എ അഹമ്മദാബാദ്, ബി ചമ്പാരൻ, സി ബർദോളി, ഡി കേഡ. അപ്പം ഏതാണ് ആൻസർ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് അഹമ്മദാബാദാണ് ഉത്തരം വന്നത്. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അഹമ്മദാബാദാണ് കേട്ടോ. അടുത്ത ചോദ്യം, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അഞ്ജു ബോബി ജോർജ് ആണ്. അത്ലറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം PT ഉഷ, അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ ആദ്യം എ ഓപ്ഷൻ ആയിട്ട് PT ഉഷ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് അഞ്ജു ബോബി ജോർജ് ആണ്. ഓക്കെയാണ്. അടുത്ത ചോദ്യം, ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം ഏതെന്നാണ്. ആലമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്, ചെട്ടിയാഞ്ചാൽ കുന്നുകൾ, കർണാടകത്തിലെ ബ്രഹ്മഗിരി വനം, പശ്ചിമഘട്ടത്തിലെ ശിവഗിരി മുടി. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉത്ഭവ സ്ഥാനങ്ങൾ ഒത്തിരി ചോദിക്കുന്നുണ്ട്. അപ്പോ ഏതാണ് ആൻസർ എന്ന് നിങ്ങളൊന്ന് നോക്കുക. നമുക്ക് ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഉത്തരം ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ്. ഏത് നദിയുടെയാണ്? ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ഓക്കെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് എന്നാണ് ചോദിച്ചിരുന്നത്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഉത്തരം ആനന്ദമഠമാണ്. ഓക്കെയാണ്, ആനന്ദമഠം. അടുത്ത ചോദ്യം, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതെന്നാണ്. ഏത് ഭാഗമാണെന്ന് കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. ഭാഗം 4A ആണ്. അപ്പൊ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. സ്ഥിരമായിട്ട് ഭേദഗതികൾ ചോദിക്കുന്നുണ്ട്. ഉത്തരം 42ാം ഭേദഗതി. ഏതാണ്? 42ാം ഭേദഗതിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്നത് ദേശീയ പതാക തയ്യാറാക്കിയ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത ആള് ആരെന്നാണ് ചോദിക്കുന്നത്, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ പേര് തന്നിട്ടുണ്ട്. അദ്ദേഹം ജനിച്ച സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണെങ്കിൽ നിങ്ങൾ പറയുക. ആന്ധ്രാപ്രദേശ് ആണ് ഉത്തരം. ഓക്കെയാണ്. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത്, ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. ഇത്രയാണ്. ഇതിൽ ഏതാണ് ശരിയെന്നാണ് ആൻസർ പറയാ. പ്രസ്താവന 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. 1, 2, 3. ഓക്കെ, അപ്പൊ ഉത്തരം B ആണ്. പ്രസ്താവന 1, 2, 3. ഓക്കെയാണ്. അടുത്തത്, ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ഈ റാബി ഖാരിഫ് വിളകള് കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. തിരിച്ചും മറിച്ചും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഖാരിഫാണ്. ഓക്കെ, ഖാരിഫ് വിളകളാണ് ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ലോക ഓസോൺ ദിനം എന്താണ്? സെപ്റ്റംബർ 16 ആണ്. അപ്പൊ ഈ ദിനങ്ങളെല്ലാം പഠിച്ചു വെക്കുക. ആ വർഷത്തെ പ്രമേയങ്ങളെല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നർമ്മദ, മഹാനദി, ലൂണി, കാവേരി. ഇതിൽ ഏതാണ് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി? ലൂണി നദിയാണ്. ഓക്കെയാണ്. അടുത്ത ചോദ്യം, മേൽമുണ്ട് സമരം എന്നും വിശേഷിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത് എന്നാണ് ചോദിച്ചിരുന്നത്. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട. ഉത്തരം ഏതാണെന്ന് നോക്കാം.
ചാന്നാർ ലഹളയാണ് കേട്ടോ. ചാന്നാർ ലഹളയാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. മേൽമുണ്ട് സമരം എന്നും വിശേഷിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിലുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത്? ചാന്നാർ ലഹള. അടുത്തത്, കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാഗ്പൂർ, ലാഹോർ, ബൽഗാം, കൊൽക്കത്ത. ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. ഓക്കെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഒരു ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രാഥമിക മാംസബുക്ക്, സസ്യങ്ങൾ, സസ്യപ്ലവകങ്ങൾ, സസ്യബുക്കുകൾ. അപ്പൊ ഫുൾ നമുക്ക് സസ്യം ആണെന്നൊക്കെ അറിയായിരിക്കും ഒരുവിധം. അതായത് കറക്റ്റ് ആയിട്ട് അറിയാത്തവർക്ക് ഒരുവിധം എന്താണ് സസ്യങ്ങൾ, ബയോളജി കുറച്ച് വീക്ക് ആയിട്ടുള്ള സസ്യങ്ങളെന്ന് അറിയായിരിക്കും. അവർക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് 3 സസ്യങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഉത്തരം സസ്യബുക്കാണ് കേട്ടോ. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? കാർബൺ ഡയോക്സൈഡ്, ആർഗോൺ, നിയോൺ, നൈട്രജൻ. ഏതാണ്? നൈട്രജൻ ആണ് ഉത്തരം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത്? റിഫൈനിങ്, പാസ്ചറൈസേഷൻ, വാനാർക്കൽ പ്രവർത്തനം, അനീലിംഗ്. ഏതാണ്? പാൽ കേടാകാതെ സൂക്ഷിക്കാൻ പാസ്ചറൈസേഷൻ. പാൽ പാസ്ചറൈസേഷൻ. അങ്ങനെ നോക്കിയാലും മതി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം. കാണാൻ സാധിക്കാത്ത ഗ്രഹമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ചൊവ്വ, വ്യാഴം, യുറാനസ്, ശനി. ഉത്തരം യുറാനസ് ആണ് ഉത്തരം. അതുപോലെ അടുത്ത ചോദ്യം. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്. താപം, ഊഷ്മാവ്, മർദ്ദം, ആർദ്രത. ഏതാണ് തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് എന്ന് പറയുന്നത്? ഉത്തരം ഊഷ്മാവാണ്. ഓക്കെയാണ്. അടുത്തത്, ദോലനത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചത്. ഊഞ്ഞാലിന്റെ ചലനം, ചക്രം തിരിയുന്നത്, ഭൂമി സൂര്യന് ചുറ്റും തിരിയുന്നത്, ലിഫ്റ്റ് ഉയരുന്നതും താഴുന്നതും. ഉത്തരം ഏതാണ്? ദോലനത്തിന് ഊഞ്ഞാലിന്റെ ചലനമാണ് ഉത്തരം. അടുത്ത, വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗത്തിനെ പറയുന്ന പേര്? മാൾവ, ഡെക്കാൻ, ഛോട്ടാ നാഗ്പൂർ ഉണ്ട്, പൂർവ്വഘട്ടമുണ്ട്. ഇതിൽ ഏതാണ് വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചാല് ഉത്തരം ഏതാണ്? പൂർവ്വഘട്ടമാണ്. ഓക്കെയാണ്. അടുത്ത്, താഴെ തന്നിട്ടുള്ളതിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ് ഏതാണ്? സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജം. ഉത്തരം ഏതെന്ന് ചോദിച്ചാൽ സി ആണ്. 1, 2, 3. സൗരോർജം, ജൈവവാതകവും സൗരോർജവും ഉണ്ട്, കാറ്റിൽ നിന്നുള്ള ഊർജം. ഇത് 3 എന്താണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപം കാരണം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? ഉത്തരമഹാസമതലമുണ്ട്, ഇന്ത്യൻ മരുഭൂമി, ഡെക്കാൻ പീഠഭൂമി, തീരസമതലങ്ങൾ. ഏതാണ് ഉത്തരം? ഉത്തരം ഉത്തരമഹാസമതലമാണ്. ഓക്കെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഏതായിരിക്കും? ജിയോഗ്രഫി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഇത് പഠിച്ചിട്ടാണ് പോകുന്നത് അല്ലെ? അപ്പൊ ഉത്തരം ഉത്തരായന രേഖ 23 1/2 നോർത്ത്. അപ്പം സൗത്തും കിടപ്പുണ്ട്. നോർത്ത് നോക്കിയിട്ട് കൃത്യമായി നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. അടുത്ത, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാതകൾ നോക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഇത് കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? NH44 ആണ്. ഓക്കെയാണ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കാനാണ്. ആര്യസമാജം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ആര്യസമാജം, ബ്രഹ്മസമാജം ഉണ്ട്, പ്രാർത്ഥനാ സമാജം, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ. പിന്നെ അവരുടെ ആൾക്കാരുടെ പേരുണ്ട്. ദയാനന്ദ സരസ്വതി, ആത്മാറാം പാണ്ഡുരംഗ്, കേശവ ചന്ദ്രസൻ, രാജാറാം മോഹൻ റോയ്. ഉത്തരം ഏതാണ്? ഉത്തരം 1 ആണ് അല്ലെ? അതായത് A. 1 4 ആണ്. 1 4 ആണ്. 2 1 ആണ്. 3 2 ആണ്. 4 3 ആണ്. ഓക്കെയാണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് എന്ത് പേരിലാണെന്നാണ് ചോദിച്ചിരുന്നത്. ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം എങ്ങനെയാണ് അറിയപ്പെടുന്നത്?
ഓപ്പറേഷൻ വിജയ്. ഓക്കെ, ഗോവ പോർച്ചുഗീസ് വിജയ്. അടുത്ത് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഉത്തരം. അടുത്ത് ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീനാരായണ ഗുരുവുണ്ട്, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, സഹോദരൻ അയ്യപ്പൻ. ആരാണ് ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത്? ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെയാണ്. അടുത്ത ചോദ്യം. അടുത്തത് ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ഏതാണ്? ശ്വാസകോശങ്ങളിൽ നിന്നും വായു പുറന്തള്ളപ്പെടുന്നു, ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു, ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു. അപ്പോ ശ്വസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ നിശ്വാസ സമയത്ത് നടക്കുന്ന, ശ്വാസം എടുക്കുകയും നിശ്വസിക്കുകയും ചെയ്യുമല്ലോ, അപ്പൊ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ട ഉത്തരം. 1, 3 ആണ് കേട്ടോ. 1, 3. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു, ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ഓക്കെയാണ്. ഇതാണ് ഉത്തരം. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക എന്നാണ് ചോദ്യം. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇത് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഐസോബാറും ഐസോട്ടോപ്പും എപ്പോഴും മാറ്റി മാറ്റി ചോദിക്കുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. ഉത്തരം 4 മാത്രമാണ് കേട്ടോ. എന്താണ്? തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി 3 എന്താണ്? ശരിയാണ്. ഇത് തെറ്റാണ്. ബാക്കി 3 എന്താണ്? ശരിയാണ്. അടുത്ത ചോദ്യം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്തു മാറ്റം സംഭവിക്കുമെന്നാണ് ചോദിച്ചത്. 2 ഇരട്ടിയാകും, 4 ഇരട്ടിയാകും, ഗതികോർജം 0 ആകും, മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഇതുപോലൊരു ക്വസ്റ്റ്യൻ സ്ഥിരമാണ്. 4 ഇരട്ടിയാകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ എന്താവും? അതിന്റെ ഗതികോർജം എന്ത് ചെയ്യും? 4 ഇരട്ടിയാകും. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം 1 ആണ്. ഉത്തരം ബി ആണ്. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പ്ലവന പ്രക്രിയ. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? പ്ലവന പ്രക്രിയ. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏതാണ്? അത് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. റോഡുകളുടെ നിർമ്മാണം, വ്യാവസായിക വളർച്ച, ഇന്ധനത്തിന്റെ വർദ്ധിച്ച ആവശ്യകത, സസ്യപരിപാലനം. വനനശീകരണത്തിന് കാരണമാകും. അപ്പൊ ബാക്കി റോഡുകളും ഇന്ധനവും വ്യാവസായികവും ഒക്കെ കാരണമാകും. സസ്യപരിപാലനം എന്തായില്ല? വനനശീകരണത്തിന് കാരണമായില്ല, നമുക്കറിയാം. ഉത്തരം എന്താണ്? സസ്യപരിപാലനമാണ്. അപ്പൊ നമുക്ക് അടുത്ത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ നമ്മള് എല്ലാം എന്ത് ചെയ്യുക? പ്രീവിയസ് ക്വസ്റ്റ്യനും പഠിച്ച് പോവുക. ഇത്രയും അല്ല, നമുക്ക് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. അപ്പൊ ഇത് കുറച്ചാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.